ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ആറ്റുകാൽ പൊങ്കാല ആശംസകൾ. അപ്പം നമ്മൾ ആറ്റുകാൽ പൊങ്കാല ഇടാനായിട്ട് പോയ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അങ്ങനെ തലേദിവസം രാത്രി പൊങ്കാല ഇടാനുള്ള കലം വാങ്ങാൻ പോയി കേട്ടോ. ഒരു കൊച്ചു കലം നോക്കി വാങ്ങി. പിന്നെ ഒത്തിരി സാധനങ്ങൾ നല്ല ഭംഗി കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. മണ്ണ് കൊണ്ട് എന്തൊക്കെ സാധനങ്ങളല്ലേ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അവിടെ കൊച്ചു നല്ല ഭംഗിയുള്ള ഭരണികളും എല്ലാം ഉണ്ടായിരുന്നു. കൃഷ്ണൻ്റെ വിഗ്രഹം അവിടെ എല്ലാം കിട്ടും കേട്ടോ. പിന്നെ ഒരു തവി എടുത്തു, ചിരട്ടത്തവി ഉണ്ടായിരുന്നു, പിന്നെ സ്റ്റീലിൻ്റെ തവി. ഞാൻ പിന്നെ സ്റ്റീലിൻ്റെ തവിയാണ് കേട്ടോ എടുത്തത്. കഴിഞ്ഞ വർഷം ഞങ്ങളാണെങ്കിൽ ചിരട്ടത്തവിയായിരുന്നു വാങ്ങിയത് കേട്ടോ ഫ്രണ്ട്സ്. ഓക്കെ, അങ്ങനെ ഹാപ്പി ആയിട്ട് നമ്മൾ പൊങ്കാല ഇടുകയാണ്. ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ആദ്യം വന്നു കേട്ടോ. ട്രെയിനിലാണ് നമ്മൾ പോയത്. അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഒരു സ്ഥലം നോക്കി അവിടെ നമ്മൾ അടുപ്പ് കൂട്ടി. പക്ഷെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. നമ്മളൊരു 6:30-7 മണിയൊക്കെ ആയി അവിടെ എത്തിയപ്പോൾ. അപ്പോൾ തന്നെ എല്ലായിടവും ഒക്കെ ഫില്ലായി കേട്ടോ. മരച്ചോടുകളിലൊന്നും കിട്ടാനില്ലായിരുന്നു. കുറച്ചുകൂടിയൊക്കെ നേരത്തെയൊക്കെ പോയിരുന്നെങ്കിൽ മരച്ചോട്ടിലൊക്കെ കിട്ടും. എന്തായാലും നമ്മളങ്ങനെ ഇരുന്ന് നല്ല വെയിലായിരുന്നു. തലേദിവസം ഇവിടെ അടുത്തൊരു വീട്ടിൽ ചെന്ന് ഒരു സ്റ്റൂൾ കൂടി വാങ്ങിക്കൊണ്ട് വന്ന്. എനിക്ക് അവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ് താഴെ എന്ന് പറഞ്ഞപ്പോൾ അവരൊരു സ്റ്റൂൾ തന്നു കേട്ടോ. ഞാൻ ഇത് കഴിഞ്ഞ് കൊണ്ടുവന്ന് തരാമെന്നൊക്കെ പറഞ്ഞ് എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ യൂട്യൂബിൽ ലൈവിലൊക്കെ വരാറുള്ള കണ്ണൻ വന്നത് കേട്ടോ. കണ്ണൻ ചേട്ടൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ കണ്ണനായിട്ട് കുറച്ച് സമയം സംസാരിച്ചു നിന്നു. അങ്ങനെ ഒത്തിരി ഹാപ്പിയായി. കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണൻ എനിക്ക് സ്പെഷ്യലായിട്ട് പഴംപൊരി കൊണ്ടുവന്ന് തന്നു കേട്ടോ ഫ്രണ്ട്സ്. ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. അരി ഇങ്ങനെ തിളച്ച് തൂവണം എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ ദേവിയുടെ അനുഗ്രഹത്തോടെ അരി തിളച്ച് തൂവിയിട്ടുണ്ട്. അതിനുശേഷം ശർക്കര, അണ്ടിപ്പരിപ്പ്, കിസ്മിസ് എല്ലാം ഒക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ. തേങ്ങ എല്ലാം ചേർത്ത് കൊടുത്തു, ഇളക്കി. അങ്ങനെ നമ്മുടെ പൊങ്കാല നിവേദ്യം റെഡിയായി ഫ്രണ്ട്സ്. നല്ല വെയിലായി, നല്ല വീക്കായി കേട്ടോ. എന്നാലും കുഴപ്പമില്ല. കഴിഞ്ഞ വർഷം ഇതിനേക്കാളും വീക്കായിരുന്നു. അപ്പോഴും ഞാൻ ഒന്ന് വിചാരിച്ചു, ദൈവമേ ഇനി അടുത്ത വർഷം പൊങ്കാല ഇടാനായിട്ട് പോകാൻ പറ്റില്ലേ, ഞാൻ മടിക്കുമോ? പക്ഷെ ഒരു മടിയില്ലായിരുന്നു ഫ്രണ്ട്സ്. ഇനിയിപ്പോൾ ഈ വർഷം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും കുഴപ്പമില്ല. അടുത്ത വർഷമാകുമ്പോൾ അതൊക്കെ പോവും. അടുത്ത വർഷം നമ്മൾ വീണ്ടും പൊങ്കാലിടാം. അതാണ് നമ്മുടെ ദേവിയുടെ ഒരു പ്രത്യേകത കേട്ടോ. നമുക്ക് വീണ്ടും പൊങ്കാലിടാൻ എത്ര വെയിലാണെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്ത്, ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്ത് നമ്മൾ ദേവിക്ക് പൊങ്കാലയിടാൻ തോന്നുന്നത് ആ മനസ്സ്, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ ഇവിടെ നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അപ്പോൾ അവിടെ ഡോഗ് സ്ക്വാഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് പ്രൊട്ടക്ഷൻ. നല്ല ചൂടല്ലേ, അത് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഡോഗ്. അതൊക്കെ ഞാൻ വീഡിയോ എടുത്തു. പിന്നെ തിരിച്ച് അങ്ങോട്ട് പോയി കേട്ടോ, നിവേദിക്കാൻ സമയമായതുകൊണ്ട്. 1:15 കഴിഞ്ഞപ്പോൾ പായസം നിവേദിക്കാനുള്ള സമയമായി. ഇങ്ങനെ തീർത്ഥമൊക്കെ തളിച്ചു കേട്ടോ. അവിടെ തീർത്ഥമൊക്കെ തളിച്ചു. അപ്പോൾ ഇന്നത്തെ പൊങ്കാല വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. ഇഷ്ടമായാലും ഒരു ലൈക്ക് തരണേ. താങ്ക് യു ഫോർ വാച്ചിങ്.